നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 678 678. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 678. 177 സർഗം ജരാസന്ധവധം. അതിൽ 4-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ഇദ്ദേഹം ഭീമസേനാഖ്യൻ, യുധിഷ്ഠിര സഹോദരൻ, ഗദായുദ്ധത്തിൽ ഇന്നിപ്പോൾ ഒരു പേർ കേട്ട മാന്യനാം എന്ന് പറഞ്ഞ് നിർത്തി. അതിൻ്റെ ശേഷം ബലാനുജൻ യാദവൻ ഞാൻ കൃഷ്ണനാണ് അറിയില്ലയോ. തന്നെ സ്വയം എങ്ങനെ പരിചയപ്പെടുത്തിയത്? ബലാനുജൻ, ബലരാമൻ്റെ അനുജൻ, യാദവനാണ് ഞാൻ, കൃഷ്ണനാണ് അറിയില്ലയോ. ശരിക്ക് അണയിൽ ഈ മട്ടാവില്ലെന്നോർത്തോ ഇതു ചെയ്തതാം. അവിടെ ഭഗവാന്റെ ലീലാവിനോദത്തിൻ്റെ സുപ്രീമസി ഭഗവാൻ തുറന്നു കാണിക്കുകയാണ്. എന്താ? ശരിക്ക് അണയിൽ ഈ മട്ട് ആവില്ലെന്നോർത്തിതു ചെയ്തതാം. ഞങ്ങൾ 3 സ്വതസിദ്ധമായ രീതിയിൽ ഇവിടെ വന്നാൽ ഈ ദ്വന്ദ്വയുദ്ധം നടക്കില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു എന്താണെന്നാ പറയുക, ഒരു പ്രച്ഛന്നവേഷം ചെയ്തതാണ്. തുറന്നു ചൊൽകവേ പൊട്ടിച്ചിരി ചോദിടിനാൻ മഹാൻ. അപ്പോൾ ജരാസന്ധൻ ഒട്ടും മോശമല്ല. ജരാസന്ധൻ വളരെ പ്രിൻസിപ്പിളുള്ള ആത്മീയാണ്. പക്ഷേ ജരയാൽ സന്ധിക്കപ്പെട്ടതാണ്. ലോകർക്ക് വിനാശഹേതുവാണ് അയാൾ. അതാണ് പ്രശ്നം. അപ്പോൾ തുറന്നു ചൊൽകവേ പൊട്ടിച്ചിരി ഓടിനാൻ മഹാൻ, മൂക്കിൽ കൈവച്ച്. കഷ്ടമായി എന്നാ പറഞ്ഞതേ. 3 തനിച്ച വിടുവിഡ്ഢികൾ. നിങ്ങൾ 3 എൻ്റെ കാഴ്ചപ്പാട് വിഡ്ഢികളാണ്. കാരണം എന്താ? എങ്കിലും ദ്വന്ദ്വയുദ്ധം ഞാനേനേൻ ഒന്നു മാത്രമാം. ഞാൻ നിങ്ങളുടെ ആഗ്രഹം സബലീകരിച്ച് തന്നു. എന്താ കാരണം? യുദ്ധത്തിൽ പേടി പൂണ്ടോടും നിന്നോടോൽക്കില്ല ഞാനിനി, നിന്നോട് ഏൽക്കില്ല ഞാനിനി. മൂപ്പര് ഒരു മുഴം നീട്ടി എറിഞ്ഞു. എന്തായിരുന്നു നീട്ടി എറിഞ്ഞത്? കൃഷ്ണ, അങ്ങയോ തന്നോട് ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ കൗശലശാലിയാണ് 2 കൂട്ടരും. എങ്കിലും യുദ്ധം ഞാനേകനേൻ ഒന്നു മാത്രമാം, യുദ്ധത്തിൽ പേടി പൂണ്ടോടും നിന്നോട് ഓൾക്കില്ല ഞാനിനി. നീ 18 പ്രാവശ്യം പേടിച്ചോടിയ ആളാന്നാണ് പറഞ്ഞത്. പക്ഷേ കൃഷ്ണൻ്റെ വൈദഗ്ധ്യം എന്താ? ഓരോ പ്രാവശ്യം 23 അക്ഷൗണിപ്പടകളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അവിടുന്നാണ് ഈ ധർമ്മപുത്രരുടെയും അതേമാതിരി ദുര്യോധനൻ്റെയും മാനസികാവസ്ഥ പോലെയാണ് ഇവിടെ കൃഷ്ണനും ജരാസന്ധനും. എന്നിട്ട് പറഞ്ഞു, സ്വന്തം നാടു വെടിഞ്ഞങ്ങു കടലിൽ ചെന്നു പാർക്കവൻ. നീയെ ആരാണ്? നീയെ സ്വന്തം നാടു വെടിഞ്ഞോ എങ്ങോ കടലിൽ ചെന്നു പാർപ്പവൻ, ബലമുണ്ടെങ്കിലും കണ്ടാൽ ഏതും ആളായ്മയില്ലവൻ. അപ്പോൾ എന്നെ പറ്റി പറഞ്ഞു ബലമുണ്ടെങ്കിലും. ഇനി അർജുനനെ പറ്റി പറയാം. ബലമുണ്ടെങ്കിലും കണ്ടാൽ ഏതും ആളായ്മയില്ലവൻ. ആകയാൽ അർജുനൻ വേണ്ട, ഭീമനേതാണ്ടു തുല്യനാം. ഞാൻ തന്നോടും അർജുനനോടും യുദ്ധം ചെയ്യില്ല. കാരണങ്ങളും പറഞ്ഞു. ഭീമസേനോട് ഞാൻ ദ്വന്ദ്വയുദ്ധം ചെയ്യാം. ഏറെക്കുറെ അയാൾ എൻ്റെ തുല്യനാണ് എന്ന് പറഞ്ഞു. എന്നോതി ഊൺ കഴിപ്പിച്ചു മൂവരെയും മഹാശയൻ. അതിഥികളല്ലേ ഇവരെ? നന്നായി എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. എന്നോതി ഊൺ കഴിപ്പിച്ചു മൂവരെയും മഹാശയൻ. മഹാശയൻ, ആ വാക്കൊക്കെ മനസ്സിലാക്കണം. വൈകാതെ 2 കഥ ചെന്നെടുത്തു വലുതേകിനാൻ ഭീമൻ.
കാരണം ആകാരം ശരീരപ്രകൃതി ഭീമസേനൻ്റെ കുറച്ച് വലുതാണ്. അപ്പോൾ വൈകാതെ രണ്ടു ഗത ചെന്നെടുത്തു വലുതേകിനാൻ ഭീമന് ചൊല്ലിനാൻ അമ്പാർന്ന് അങ്ങ് എൻ അതിഥിയല്ലയോ. ധർമ്മനർമ്മം എന്നാ പറയാം, ധർമ്മത്തിൽ കൂടെ നർമ്മം പറയാം. അങ്ങക്ക് ഞാൻ വലിയ ഗത തന്നത് അങ്ങ് എന്നെ പ്രഹരിക്കണം, കാരണം അങ്ങ് എന്താണെന്നാ പറയുക, അതിഥിയല്ലേ. കനം കൊണ്ടു കുഴങ്ങേണം എന്നോർത്തിയിടല്ല മാധവൻ. കനം കൊണ്ട് ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ തന്നത്. ഗത കുറച്ച് കനം കൂടും, തന്നെ ബുദ്ധിമുട്ടിക്കണം വിചാരിച്ചിട്ടല്ല. കനം കൊണ്ടു കുഴങ്ങേണം എന്നോർത്തിയിടില്ല മാഗതൻ. മറ്റേതെടുത്തരുളിനാൻ എനിക്കേതാകിലും മതി. എനിക്കിന്നിപ്പോൾ താൻ ഇത് വേണം വാങ്ങുകയാണ്, അതെനിക്ക് തീരെയാണ്, എനിക്ക് രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ആദിത്യ മര്യാദ ചെയ്തു. ഉടൻ യുദ്ധക്കളത്തെങ്കിൽ ഇറങ്ങി ഇരുപേറുകളും, രണ്ടാളും ഗോതയിലിറങ്ങി, യുദ്ധത്തിനിറങ്ങി. പരസ്പരം പോരടിച്ചാറാവോളം ബലശാലികൾ. രണ്ടു കൂട്ടരും അവരവരുടെ മെയ്വഴക്കം കാണിക്കുന്ന രീതിയിൽ യുദ്ധം തുടങ്ങി. അടിപ്പതുടൻ അന്യോന്യം തടുത്തും. ഒരാളെ മറ്റൊരാളെ അടിച്ചാൽ ഉടനെ തടുക്കുകയും, അടിപ്പത് ഉടൻ അന്യോന്യം തടുത്തും തെല്ലൊതുങ്ങിയും ഇടം വലം ചെരിഞ്ഞും കൊണ്ടടർത്തഞ്ചങ്ങൾ നോക്കിയും തഞ്ചങ്ങൾ നോക്കിയും ഇടിക്കാൻ, ഉന്തിയും നീക്കിയും പിൻവാങ്ങിയും നേരിട്ടു തള്ളിയും ഗത രണ്ടും കൂട്ടിമുട്ടി വല്ലാതൊച്ചപ്പെടുത്തിയും. രണ്ട് കനുള്ള ഗതകൾ തമ്മിൽ മുട്ടിയാലത്തെ ശബ്ദം. ആവിധം ഗത പെട്ടെന്നു രണ്ടും പൊട്ടി ചതഞ്ഞുപോയി. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ രണ്ടാളുടെയും ഗത പൊട്ടിച്ചതഞ്ഞുപോയി. ഉരുക്ക് പോലും കൈകൾ ചുരുട്ടി അവർ തങ്ങളിൽ. ഉരുക്ക് സമാനമായ കൈകളെ കൊണ്ടായി പിന്നെ ഇടി. അഭ്യാസം ബലവും മറ്റും രണ്ടാൾക്കും തുല്യമാകയാ ഉരുക്ക് പോലും കൈകൾ ചുരുട്ടി അവർ തങ്ങളിൽ ഇടിച്ചാർ 27 ദിനം അങ്ങനെ നീങ്ങിയും. എത്ര ദിവസം? 27 ദിവസം. അതിന് ചില മര്യാദകളുണ്ട്. സൂര്യോദയത്തിൽ തുടങ്ങും, സൂര്യാസ്തമയത്തിൽ അവസാനിക്കും. അത് കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും ഭയങ്കര ചങ്ങാതിമാരാണ്. അങ്ങോട്ടും മരുന്ന് കൊടുക്കും, ഇങ്ങോട്ടും മരുന്ന് കൊടുക്കും. അതൊക്കെയാണ് ധർമ്മി. വിശ്രമിക്കാൻ പറയും, വിശ്രമിച്ചോളാൻ പറയും. എന്തൊരു അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചുണ്ടോ. പരസ്പരം ബഹുമാനിച്ചും കൊണ്ടുള്ള യുദ്ധമാണ്. അതാണ് ഈ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞത്. ഇടിച്ചാൽ 27 ദിനം അങ്ങനെ നീങ്ങിയും അഭ്യാസം ബലവും മറ്റും രണ്ടാൾക്കും തുല്യമാകയാൽ ജയവും തോൽമയും കണ്ടില്ലേതും ചൊൽവാനൊരാളിലും. ആരാണ് ജയിക്കുക എന്ന് രണ്ടാൾക്കും പറയാൻ പറ്റില്ല. കാരണം രണ്ടാളുടെയും ഗുരു ആരാ? പിന്നെ ബലരാമനാ. അപ്പം ഇനി കൃഷ്ണൻ്റെ സഹായം ഇല്ലെങ്കിൽ ഭീമന് ജരാസന്ധനെ വധിക്കാൻ പറ്റൂല. ഇനി കഥ അങ്ങോട്ടാണ് പോണത്. പറഞ്ഞ പക്ഷേ എന്നല്ല. അപ്പം ജയവും തോൽമയും കണ്ടില്ല ഏതും ചൊൽവാനൊരാളിലും എന്നല്ല. വൈരം ഇല്ലാർക്കും തമ്മിൽ അത്ഭുതമല്ലയോ. ഭീമസേനോട് ജരാസന്ധന് ഭീമനോട് വൈരമില്ല എന്നാണ് പറഞ്ഞത്. എന്നാ യുദ്ധം എന്തിനാ? രാജസൂയയാഗത്തിൽ എല്ലാ രാജാക്കന്മാരും അവരവർക്ക് താഴെയായിരിക്കണം. അതാണ് രാജസൂയയാഗം. എന്നല്ല വൈരം എല്ലാവർക്കും തമ്മിൽ അത്ഭുതമല്ലയോ. അന്നു രാവോദിനാൻ ഭീമൻ. അങ്ങനെ ഇരിക്കുമ്പോൾ 27-ാം ദിവസം രാത്രി ഭീമസേനൻ ശ്രീകൃഷ്ണനോട് പറയണം, അന്ന് രാവോദിനാൻ ഭീമൻ ഗോവിന്ദനോട് മെല്ലവേ രാജസൂയം അടുത്തൊന്നും ഉണ്ടാവില്ലെന്നു ചൊല്ലൂ ഞാൻ. വാട്ടെ നോട്ടി എന്നാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. അല്ല ഏട്ടാ, ഇക്കണക്കിന് പോയാൽ രാജസൂയയാഗം മെല്ലെ ഉണ്ടാവുള്ളൂ. കാരണം അയാൾക്ക് എന്നെയും ജയിക്കാൻ പറ്റില്ല, എനിക്ക് അയാളും ജയിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പം കണ്ടുവന്നത്.
ഇനി അങ്ങെന്തെങ്കിലും ഉപായം ചെയ്യുകയാണെങ്കിൽ നടക്കുന്നല്ലാണ്ട് മറിച്ചാവാൻ നിവർത്തില്ല. രാജസൂയം അടുത്തൊന്നും ഉണ്ടാവില്ലെന്നു ചൊൽവു ഞാൻ, ഈ മട്ട് ഇവനെ വെന്നിടാൻ എന്നാൽ ആവില്ലൊരിക്കലും. അവനെ ജയിക്കാൻ പറ്റില്ല, അവനെന്നും ജയിക്കാൻ പറ്റില്ല, അത് ഉറപ്പായി. ഈ മട്ട് ഇവനെ വെന്നിടാൻ എന്നാലാവില്ലൊരിക്കലും, അതേ തോന്നേണ്ടു നാഥന് തിരുവുള്ളം അലിഞ്ഞിടാൻ. അങ്ങയുടെ മനസ്സൊന്ന് അലിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാതാ പറഞ്ഞത്. ഭക്തദ്വേഷിവതോപായം. ഭക്തദ്വേഷി ആരാ ദ്വേഷി ഇവിടെ? ജരാസന്ധൻ. ഭക്തദ്വേഷിവതോപായം ചിന്തിച്ചു കരുണാനിധി, തൃക്കായാൽ പാർത്ഥനെ തൊട്ടു കാട്ടിനാനൊരു സൂചന. ഭഗവാൻ ഭീമസേനൊന്ന് തൊട്ടു ഒഴിഞ്ഞു. ഇരുമ്പായി, ശരീരം മുഴുവൻ ഇരുമ്പാ. പിന്നെയോ കാട്ടിനാനൊരു സൂചന. അതെന്താ നോക്കിക്കോളൂ, അതുണ്ട് ഇവിടെ. തല ചീന്തി മറിച്ചിട്ടാൻ ചെറുകൊമ്പൊന്നെടുത്തുടൻ. ഇല എന്നാണ് വേറെ ഇവിടെ ഒരു ഇല ഇങ്ങനെ കയറിയിട്ട് അത് സന്ധിക്കാത്ത വിധം ഇട്ടു എന്നാണ് വേറെ ചില ഇതിൽ. ഇവിടെ അങ്ങനെയല്ല. തല ചീന്തി മറിച്ചിട്ടാൻ ചെറുകൊമ്പൊന്നെടുത്തുടൻ, മതിമാനാം ഭീമസേനൻ മഗധാധിപനെ ക്ഷണം. അർത്ഥം അറിഞ്ഞു. കൊമ്പനാന പനം പട്ട ചീന്തും പോലെ മഹാബലൻ കാൽ വലിച്ചു പിളർന്നിട്ടാൻ കൃഷ്ണതേജസ്സിൽ മിന്നിയോൻ. കയ്യിൽ തഞ്ചം കിട്ടിയപ്പോൾ ഒരു കാല് കിട്ടി, രണ്ട് കൈകൊണ്ടും പിടിച്ചു. മറ്റേ കാല് ഭീമസേനൻ്റെ വലത്തെ കാലുകൊണ്ട് ചവിട്ടി നിന്നു. അത് ചീന്തി. ആന പനംപട്ട വലിക്കണം കൂടുതൽ. എന്താ ഒരു സൂചന! കൊമ്പനാന പനംപട്ട ചിന്തും പോലെ മഹാബലൻ കാൽ വലിച്ചു പിളർന്നിട്ടാൻ കൃഷ്ണതേജസ്സിൽ മിന്നിയൻ. കൃഷ്ണതേജസ്സില്ലാണ്ട് എനിക്കും നിങ്ങൾക്കും ശ്വാസം വിടാൻ പറ്റില്ല, പൊടി വലിക്കാൻ പറ്റില്ല. എന്തിനാ പറയണത്? ഇതറിയാണ്ടാണ് നമ്മൾ നടക്കുന്നത്. എന്താണ് കൃഷ്ണ തേജസ്? അത് ഉള്ളിലാണ്. ആർത്തുപോയേവരും ഉടൻ മാഗധേന്ദ്രൻ മരിക്കവേ പുണർന്നു ഭീമനെ ചെന്നു പാർത്ഥനും മധുവൈരിയും. എല്ലാവരും ആർത്തുപോയേവരും കണ്ടു നിൽക്കണം സഭാവാസികളെ. മഗധേന്ദ്രൻ മരിക്കവേ പുണർന്നു ഭീമനെ ചെന്ന്. അർജുനൻ പോയി ഏട്ടനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. പാർത്ഥനും മധുവൈരിയും കൃഷ്ണ 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 അല്ലേ? മഗധേന്ദ്രൻ്റെ മകനാം സഹദേവനെ മാധവൻ രാജാവായിട്ടു വാഴിച്ചാൻ അമ്പാർന്ന് അഖില ബാന്ധവൻ. എല്ലാവർക്കും ബന്ധുവായിരിക്കുന്ന ഭഗവാൻ ജരാസന്ധൻ്റെ മകനായ സഹദേവനെ വിളിച്ച്, അദ്ദേഹത്തിൻ്റെ പേരാണ് സഹദേവൻ, അദ്ദേഹത്തിന് കിരീടാവകാശിയാക്കി രാജാവായിട്ടു വാഴിച്ചാൻ അമ്പാർന്ന് അഖില ബാന്ധവൻ. ഉടൻ കാരാഗൃഹം ചെന്നു തുറന്ന 20,800 നൃപർക്ക് നൽകിനാൻ ദിവ്യദർശനം. ഇതിന് മുമ്പ് ഒരു 20,000 എന്നാണ് പറഞ്ഞത്. ഇവിടെ 20,800 എന്നുണ്ട്. 20,800 രാജാക്കന്മാരെന്നാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും സംഖ്യയിൽ. അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ വിഷമിക്കണ്ട. മനസ്സിലായില്ലേ? ഞാനത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കട്ടെ, എന്നാൽ നമുക്ക് സംഗതി മനസ്സിലാവും. അത് എഴുതിയത് കാണാനില്ല. ഒരു 20,000 തന്നെയാണ് എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതായത് ഈ ഭഗവാൻ നാരായണ 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 നാരായണ. അത് എഴുതി വെച്ചത് എൻ്റെ കണ്ണിന് ഇപ്പോൾ കാണാനില്ല. 20,000 എന്നാണ് ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്കറിയാം, ഞാനത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 20,800 എന്ന് നമ്മൾക്ക് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതന്നെ ഏതായാലും കുഴപ്പമില്ല.
അപ്പോൾ ഉടൻ കാരാഗൃഹം ചെന്നു തുറന്ന് 20,800 നൃപവര്യർക്കു നൽകിനാൻ ദിവ്യദർശനം. പൊന്നിൻ കിരീടം മൃദുലസ്മിത സുന്ദരമാം മുഖം. അപ്പോൾ ആ കൃഷ്ണൻ്റെ ഒരവസ്ഥ, പൊന്നിൻ കിരീടം മൃദുലസ്മിത സുന്ദരമാം മുഖം, കവിൾ തടങ്ങൾ ചുംബിച്ചു മിന്നും മകരകുണ്ടലങ്ങൾ ഭഗവാന്റെ കവിൾ തടത്തിന് ഉമ്മ വയ്ക്കണമെന്ന്. ശ്രീവത്സാംഗം ഘനശ്യാമം വനമാലാ വിഭൂഷിതം ശംഖചക്രകഥാ പത്മവിരാജിതകരാംബുജം കനകാംഗദകേയൂരമണികങ്കണമണ്ഡിതം കാഞ്ചീ കലാപസുഭഗം കമനീയ പദാംബുജം ആമട്ടഴും അനിർവാച്യ സൗന്ദര്യാമൃതം ആവതും സാധിക്കുന്ന പോലെ ആസ്വദിച്ച് അവർ യാതൊന്നും മിണ്ടാൻ വയ്യാതെ കേവലം ആനന്ദവൈവശ്യമിയെന്നു സർവപേരും സരോജാക്ഷനെ നോക്കി താമരദളനയനെ നോക്കി തൃപ്പാദപത്മങ്ങളിൽ വീണുകോപ്പി വിളങ്ങിനാരാവിധം ഒട്ടുനേരം. 28,000 രാജാക്കന്മാർ ഈ ഭഗവാനെ നോക്കി നമസ്കരിക്കുക, എണീക്കുക, ഒന്ന് മാറി നിൽക്കും, ഞാനൊന്ന് നമസ്കരിക്കട്ടെ. ഇതായിരുന്നു അവരുടെ അവസ്ഥ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ സപ്തസപ്താധികശതതമസർഗഃ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ. ഉടനെ നമ്മൾക്ക് 178ാമത്തെ സർഗത്തിലേക്ക് പോവാം. കാരാഗൃഹം വന്നു തുറന്നു സച്ചിദാനന്ദ സൗരഭ്യമിയേറ്റി മുന്നിൽ കാരുണ്യം അമ്മട്ട് ഉടൽ പൂണ്ട പോലെ വിളങ്ങിനാൻ വിശ്വമനോഹരാംഗൻ. കാരാഗൃഹം വന്നു തുറന്നു സച്ചിദാനന്ദ സൗരഭ്യമിയേറ്റി മുന്നിൽ കാരുണ്യം ആമട്ടുടൽ പൂണ്ട പോലെ വിളങ്ങിനാൻ വിശ്വമനോഹരാംഗൻ. മുകുന്ദ സന്ദർശനമാർന്ന് സർവപാപങ്ങളും നീങ്ങി എണീറ്റ് കൂപ്പി. ഭാഗവതം തുറന്നടിക്കുകയാണ്. മുകുന്ദ സന്ദർശനമാർന്ന് സർവപാപങ്ങളും നീങ്ങി എണീറ്റ് കൂപ്പി. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ കുരുവമ്പലത്തല്ല, ഗുരുവായൂര് തടിച്ചു കൂടുന്നുണ്ട്. എത്ര ആൾക്ക് സർവപാപങ്ങളും തീർന്നു എന്നെനിക്ക് പറയാൻ വയ്യ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു മാനസിക അവസ്ഥയാണ്. ഞാൻ പാപിയാണെന്നും ഞാൻ അഹം ബ്രഹ്മാസ്മിയാണെന്നുള്ളതൊക്കെ ഒരു അവസ്ഥയാണ്. അതൊന്ന് താഴോട്ട് പോരുത്. പറഞ്ഞേ, മുകുന്ദ സന്ദർശനം വർന്നു സർവപാവങ്ങളും നീങ്ങി എണീറ്റു കൂപ്പി സ്തുതിച്ചു ഭൂപാലകർമ്മ്യം നിലങ്ങും സുധാരസം തൂകിടുമാറേ വണ്ണം. സുധാരസം അമൃത് അവരെ താഴ്ത്തു തൂക്കുന്നുണ്ടോ? അത് സംശയം. ബ്രഹ്മാവ് തൊട്ടുള്ളവർ പോലും ഉള്ളിലോർത്തിയിടും തോത്തിയിടും മീനിൻ പദതാരിൽ നിത്യം. അതായത് ഞാൻ വായിച്ചിട്ട് തെറ്റുപറ്റിയിട്ടുണ്ട്. ബ്രഹ്മാവ് തൊട്ടുള്ളവർ പോലും ഉള്ളിലോർത്തിയിടും മീനല്ല, നിന്നാണ്. എനിക്ക് മനസ്സിലായത്. ഓർത്തിയിടും നിൻ പദതാരിൽ നിത്യം നമസ്കരിച്ചിടുക മാത്രമല്ലാതെന്തോതിടും ഞങ്ങൾ മനോജ്ഞമൂർത്തേ. വെറുതെ ഭഗവാനെ നമസ്കരിക്കുകയാണെങ്കിൽ ഈ ബ്രത്ത് നിശ്ചലാവുന്നവരെ പിന്നെ ബ്രത്ത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? മോക്ഷമായി. ബ്രഹ്മാവ് തൊട്ടുള്ളവർ പോലും ഉള്ളിലോർത്തിയിടും നിൻ പദതാരിൽ നിത്യം നമസ്കരിച്ചിടുക മാത്രമല്ലാതെ എന്തോതിടും ഞങ്ങൾ മനോജ്ഞമൂർത്തേ. വെയിലത്തു വന്നെത്തിയ കാശിയാത്രാ പരിശ്രമം ഗംഗയിൽ മുങ്ങി നീങ്ങി. എന്താ ഉപമ! വെയിലത്തു വന്നെത്തിയ കാശിയാത്രാ പരിശ്രമം, ക്ഷീണം, ഗംഗയിൽ മുങ്ങി നീങ്ങി. ശരീരം കുളിർത്തു, മനസ്സ് കുളിർത്തു. കുളിർത്തവൻ പോലെ മുകുന്ദൻ ഇന്ന്
അലിഞ്ഞിതാ നിർവൃതിയേൽപ്പു ഞങ്ങൾ മുകുന്ദനിൽ അണഞ്ഞിതാ നിർവൃതിയേൽപ്പു ഞങ്ങൾ ഇതേവിധം സംസ്കൃതിയിങ്കൽ നിന്നും പ്രപന്നരാം ഞങ്ങളെ ഏതുമട്ടും ഈ വിധം സംസാരത്തിൽ നിന്നും പ്രപന്നരാം ഞങ്ങളെ ഏതുമട്ടും കരേറ്റുവാൻ കൂടിയും ഈ കുളിർത്ത കടാക്ഷമെന്നേകണം ഒന്നേകണം അംബുജാക്ഷ. അങ്ങയുടെ ഈ കരുണ വഴിയുന്ന കൺപാർക്കൽ ഒന്ന് ഏകണം. കരവേറ്റുവാൻ കൂടിയും ഈ കുളിർത്ത കടാക്ഷമൊന്നേകണം അംബുജാക്ഷ. ഭക്താവതംസങ്ങളണഞ്ഞ് അസംഖ്യം സമാശ്രയിച്ചിടുകിലില്ല ദോഷം. 20,800 ഒരു എണ്ണല്ല അവിടെ. എത്ര വേണമെങ്കിലും അങ്ങയെ നമസ്കരിച്ച് എന്താ പറയുക, മോക്ഷം പ്രാപിക്കാൻ പറ്റും. നിരൂപണാതീതം അനന്തശക്തി നിധാനം ഈ നിൻ കരുണാ കടാക്ഷം. നമ്മുടെ സാമാന്യ ബുദ്ധി പോരാ ഇത് മനസ്സിലാക്കാൻ. ഭക്താവതംസങ്ങൾ അണഞ്ഞ് അസംഖ്യം സമാശ്രയിച്ചിടുകിലില്ല ദോഷം. ഒരു ദിവസം 10,000 ലക്ഷം വന്ന് ഭഗവാനെ നമസ്കരിച്ചാലും പ്രശ്നമില്ല. സമാശ്രയിച്ച് ഇടുകിലില്ല ദോഷം. നിരൂപണാതീതം. നിരൂപിക്കാൻ പറ്റില്ല. അതീതം ഭഗവാന്റെ കൃപ. നിരൂപണാതീതം അനന്തശക്തി നിധാനം ഈ നിൻ കരുണാകടാക്ഷം. അങ്ങയുടെ കരുണാകടാക്ഷത്തിന് നിധാനം അനന്തശക്തി. എത്ര ശക്തി എന്ന് പറയാൻ വയ്യ. ഉറന്നുറന്നറിയിടും ഉറന്നുറന്നൂറിയിടും ഐഹിക കാമ്യം കാമുഷ്മികൾ ഞങ്ങളാം വാഞ്ചകളാകമാനം. ഞങ്ങളുടെ ആഗ്രഹാഭിലാഷം നടന്നു. ഉറന്നൂറിയിടും. ഞങ്ങൾ ഓരോ ജന്മത്തിലും രാജാക്കന്മാരെ രജോഗുണ പ്രധാനികളായിട്ട് രാജാവാവണം മാത്രമേ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ വാഞ്ചകളാകമാനം വെടിഞ്ഞ്, ഇത് നമ്മൾക്കുള്ളൊരു ഘോഷണ. മനസ്സിൽ ആഗ്രഹം വെച്ചിട്ട് ഭഗവാനെ തൊടാൻ പാടില്ല. ആഗ്രഹങ്ങളെ വെടിഞ്ഞ് 3 തരം. ഉറന്നുറന്നീടും ഐഹിക ലൗകികം കാമുഷ്മികങ്ങളാം വാഞ്ചകളാകമാനം വെടിഞ്ഞ് നിൻ പാദപയോജമാധീരസം കൊതിക്കും മധുപങ്ങൾ ഞങ്ങളാരാ? അങ്ങയുടെ തിരുവാദപത്മങ്ങളിലെ മധു ഉണ്ണാൻ വന്നിട്ടുള്ള മധുപങ്ങൾ ഞങ്ങൾ വണ്ടുകളാണ്. ലോകപ്രതിഷ്ഠയ്ക്കിയലും ദുരാശ കുതിച്ചിടായിക ഞങ്ങളിലൊട്ടുപോലും. ദിവസേന ചൊല്ലേണ്ട ഒരു ശ്ലോക ഇത്. ഏതാ? ലോകപ്രതിഷ്ഠയ്ക്കിയലും ദുരാശ ഉദിച്ചിടായിക ഞങ്ങളിലൊട്ടുപോലും. അതാണു നിൻ പദാം വിശുദ്ധ ഭക്തി വിഘാത വിശ്വമനോജ്ഞമൂർത്തേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുവാദപത്മത്തിൽ മണ്ഡപം അണയ്ക്കുമ്പോൾ അതാണു നിൻ പദാ വിശുദ്ധ ഭക്തി. അങ്ങയുടെ തിരുവാദപത്മങ്ങളിലുള്ള വിശുദ്ധ ഭക്തി വിഘാതകം വിശ്വമനോജ്ഞമൂർത്തേ. കാമാതിമാലിന്യമകറ്റി നിന്ത്രക്കാൽ താർ അകക്കാമ്പിൽ വിളങ്ങി മിന്നൽ. അകക്കണ്ണുകൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അങ്ങയുടെ തിരുവാദപത്മങ്ങൾ മാറരുത്, തിളങ്ങിക്കൊണ്ടിരിക്കണം. കാമാതിമാലിന്യം അകറ്റി നിന്ത്രക്കാൽ കാമാതിമാലിന്യം അകറ്റി നിന്ത്രക്കാൽ
താരകക്കാമ്പിൽ വിളങ്ങി മിന്നാൻ പ്രയത്നമേലാത്ത മനുഷ്യജന്മം. പ്രയത്നിക്കാത്ത മനുഷ്യര് പ്രഖ്യാതമായി തീരുകിലും നിരർത്ഥം. എത്ര കേമന്മാരായാലും ജീവിതം നിരർത്ഥം. കാണുന്നതും കേൾപ്പതും ഒക്കെ നേരെന്നോർത്ത് ആർത്ത് അതിൽ തന്നെ മയങ്ങി മർത്യൻ. കാണുന്നതും കേൾപ്പതും ഒക്കെ നേരെന്നോർത്ത്. കാണുന്നതും കേൾക്കുന്നതും നേരല്ല, പിന്നെന്താ നേരെ? സത്യം എന്താ? തിരുപാദ പത്മങ്ങളിൽ മധു ഉണ്ണുവാൻ പറ്റിയാൽ അതേ കതി. അത് ഭഗവാൻ നിൽക്കണം. നമ്മളെന്ത് ചെയ്യണം? കമന്നടിച്ച് വീഴുക, രണ്ട് കാലും കെട്ടിപ്പിടിക്കുക. എന്നിട്ട് കണ്ണുകളെ കൊണ്ടും മൂക്കുകളെ കൊണ്ടും ചുണ്ടുകളെ കൊണ്ടും ആ വിരിഞ്ഞു നിൽക്കുന്ന ഇരു താമരയിലുള്ള മുക്തി എന്ന് പേരായിട്ടുള്ള അമൃത് നമ്മൾ ആസ്വദിക്കണം. ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. പ്രയത്നമേലാത്ത മനുഷ്യജന്മം പ്രഖ്യാതാത്മായി തീരുകിലും നിരർത്ഥം. കാണുന്നതും കേൾപ്പതും ഒക്കെ നേരെന്നോർത്തോർത്ത് അതിൽ തന്നെ മയങ്ങി മർത്യൻ. ആ ആത്മാവിനെ തീരെ മറന്നു പുണ്യജന്മം നശിപ്പിപ്പൂ വെറും ഭ്രമത്താൽ. ആത്മാവിനെ തീരെ മറന്നു പുണ്യജന്മം നശിപ്പിപ്പൂ വെറും ഭ്രമത്താൽ. പാപം നിമിത്തം പരിപാവനം നിൻ പദാംബുജ ധ്യാനമയന്നിടാതെ. ആരാര് ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ മനസ്സിൽ വെച്ച് ധ്യാനിക്കാതെ കൊണ്ടിരിക്കുന്നുണ്ട്? പാപം നിമിത്തം പരിപാവനം നിൻ പാദാംബുജ ധ്യാനമിയന്നിടാതെ. ഇതേവരേക്കും ദിവസങ്ങളെല്ലാം പാഴാക്കിനേനെങ്കിലും അംബുജാക്ഷാം. ജന്മം വ്യർത്ഥമാക്കിയാലും ഈ ഞങ്ങൾ മേലാലിനി മാംസപിണ്ഡമോരോന്നിനാലുള്ള മനങ്ങിടാതെ. ഞങ്ങൾ ഈ 20,800 പേരും ഈ ഞങ്ങൾ മേലാൽ ഇനി മാംസപിണ്ഡമോരോന്നിനാലുള്ള മനങ്ങിടാതെ. മാംസപിണ്ഡത്തിൽ കൂടെ ഇനി ജനിക്കേണ്ട പ്രശ്നം വരുന്നില്ല. അന്യൻ്റെ നിന്ദാവചനങ്ങൾ മേന്മേലാർന്നീടിലും ക്ഷോഭയന്നിടാതെ. അപ്പോൾ ഏതൊരവസ്ഥ വരണം? നിരന്തരം അന്യൻ്റെ നിന്ദാവചനങ്ങൾ മേന്മേലാർന്നീടിലും. ആരൊക്കെ ഞങ്ങളെ അപഹസിച്ചാലും ക്ഷോഭമിയന്നിടാതെ, ക്ഷോഭിക്കാതെ കണ്ട്. മതം വളർത്തും ധനമാന കീർത്തി വ്യാമോഹമുൾപൂവിലുദിച്ചിടാതെ. കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ മനസ്സിൽ വരാതെ കണ്ട് എന്നർത്ഥം. നിനക്കിൽ ഈ നിൻ പദതാരുൾക്കാമ്പണച്ചിടും സൽഗുരുവാര്യനായാൾ. അങ്ങാര ഞങ്ങളുടെ ഒക്കെ ഗുരുവരനാണ്. നിനക്കിൽ ഈ നിൻ പദതാരുൾക്കാമ്പണച്ചിടും സൽഗുരുവര്യനായാൽ. അവൻ വഴിക്കങ്ങളിൽ നിന്ന് ഈ വണ്ണം രാജാഭിമാനാദികളാകമാനം. ലവലേശം ഉണ്ടാവാൻ പാടില്ല. തലനാരഴയ്ക്ക് രാജാഭിമാനാദികളാകമാനം അകറ്റി ഉൾപൂവിൽ മനോജ്ഞഭക്തി വളർത്തി നീ കൃഷ്ണ കൃപാംബുരാശേ കൃപാസാഗരമേ. അവൻ വഴിക്ക് ഞങ്ങളിൽ നിന്ന് ഈ വണ്ണം രാജാഭിമാനാദികളാകമാനം അകറ്റി ഉൾപൂവിൽ മനോജ്ഞഭക്തി വളർത്തി നീ കൃഷ്ണ കൃപാംബുരാശേ. രാജാതിസമ്പൽ മതമാർന്ന മൂടന്നറിഞ്ഞിടാം ഭക്തി മഹത്വമേതും. ആനന്ദം പരമാനന്ദം സച്ചിദാനന്ദം ചിന്മയാനന്ദം. എല്ലാവരും ജരാസന്ധവധം കഥ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ സ്തുതിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സലിയാനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. കാരണം ആരിത് പറഞ്ഞില്ല. സമയമില്ല പോലും. ഉണ്ണി ഊട്ട്, ഐശ്വര്യപൂജ, വിളക്ക് പൂജ, നാരങ്ങ വിളക്ക്,
ഇങ്ങനെ പല പല കുണ്ടാമുണ്ടിയിലും പോയി നമ്മൾ മനസ്സ് ഭ്രമിപ്പിക്കുകയാണ്. ഒരാൾക്കും നിങ്ങളെ രക്ഷിക്കണമെന്ന് ആഗ്രഹമില്ല. കാരണം നിങ്ങളെ രക്ഷിച്ചാൽ അവരുടെ വയറ്റുപഴുപ്പ് മുട്ടും. എൻ്റെ ഗുരുനാഥൻ പറയും, ഒരു ചാൻ വയറില്ലെങ്കിൽ ആര് ശാന്തി ചെയ്യും, ആര് തന്ത്രം ചെയ്യും, ആര് മന്ത്രം ചെയ്യും? എടാ ചെറുക്കാ, നീ മനസ്സിലാക്കെന്ന് പറയും എൻ്റെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ വിളി എൻ്റെ കാതിൽ കടന്ന് മുഴങ്ങുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സോഷ്യൽ ക്രിട്ടിക്കായത്. സത്യമാണ് പറഞ്ഞത് ശൈലി. അപ്പോൾ രാജാതി സമ്പന്മതമാർന്നു മൂടനറിഞ്ഞിടാ ഭക്തി മഹത്വമേതും നിൻ മായയിൽ പെട്ടുടൻ നിൻ മായയിൽ പെട്ടുടൻ നിൻ മായയിൽ പെട്ടുടൻ നിൻ മായയിൽ പെട്ടുടൻ നശിക്കും ഉടൻ ഈ നശിക്കും ഓരോന്നിലും തന്നെ മയങ്ങുമായാൽ നിൻ മായയിൽ പെട്ടുടൻ അശിക്കും ഓരോന്നിലും. താല്പര്യം മായര് കുടുങ്ങിയിട്ട് തന്നെ മയങ്ങുമയാൾ ഇല്ലാത്തതാണുള്ളത് പോലെ തെറ്റിദ്ധരിച്ചു മോദിപ്പതു മിക്ക പേരും. എന്താ ചെയ്യല്ലേ? ഇല്ലാത്തതാണ് ഉള്ളത് പോലെ തെറ്റിദ്ധരിച്ചു മോദിപ്പതു മിക്ക പേരും. നീർ പോലെ എങ്ങും മൃഗതൃഷ്ണ കണ്ട്. അതായത് ഈ ചുട്ടുപഴുത്ത റോഡിൽ വെള്ളം തിളയ്ക്കുന്ന പോലെ കാണും, മണലാരണ്യത്തിലും കാണും. മണൽ തിളയ്ക്കുകയാണ് തോന്നും. അവിടെ പോയാൽ വെച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിക്കും, കിട്ടില്ല. അതിങ്ങനെ അലക്ഷ്യമായിട്ട് പൊണ്ടി വരും, എന്നാലും വെള്ളം കിട്ടില്ല. മണലാരണ്യത്തിൽ ഈ പ്രതിഭാസത്തിലാണ് മായ എന്ന് പറഞ്ഞത്. നീർ പോലെ എങ്ങും മൃഗതൃഷ്ണ കണ്ടു വെയിലത്തു ചാടുന്ന മൃഗങ്ങൾ പോലെ തുച്ഛങ്ങളാലിങ്ങനെ മായ കൊണ്ട് മോടിപ്പെടുത്തിയിടിന സൗഖ്യമല്ല കൊതിപ്പത് ഈ ഞങ്ങൾ മുകുന്ദാൻ തൃപ്പദാംബുജോപാസനമൊന്നു മാത്രം. അങ്ങയുടെ തിരുവാദ പത്മങ്ങളെ പൂജിക്കുക എന്നതിൽ കവിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന മകരന്തത്തെ ആസ്വദിക്കുക എന്നല്ലാതെ കണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടെന്നാ. വേറെ ഒന്നും വേണ്ട. എന്താണ്? നീർ പോലെ എങ്ങും മൃഗതൃഷ്ണ കണ്ടു വെയിലത്തു ചാടുന്ന മൃഗങ്ങൾ പോലെ തുച്ഛങ്ങളാൽ ഇങ്ങിനി ഈ മായ കൊണ്ട് മോടിപ്പെടുത്തിയിടിന സൗഖ്യമല്ല കൊതിപ്പത് ഈ ഞങ്ങൾ മുകുന്ദ നിൻ തൃപ്പാദാംബുജോപാസനമൊന്നു മാത്രം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ നിർഗുണബ്രഹ്മത്തിൻ്റെ തിരുപാദപത്മങ്ങളെ മനസ്സാ വാച സ്വന്തം ഹൃദയപത്മത്തിൽ വെച്ച് ധ്യാനിക്കാനും അതിലുള്ള മകരന്തരസത്തെ പാനം ചെയ്യുവാനുള്ള ഭാവാത്മകമായ വൈഭവം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായി ഇനി ഒരു ജനനം പുനരഭിമരണം ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.